കേരളത്തിന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോം കെ-ഫോൺ OTT മിഴി തുറന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. 29 OTT പ്ലാറ്റ്ഫോമും 350ഓളം ഡിജിറ്റൽ ചാനലുകളും ഉൾപ്പെടുത്തിയാണ് കെ-ഫോൺ OTT പുറത്തിറങ്ങുന്നത്. നമസ്കാരമുണ്ട്. ഞാൻ ഫിബോ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന പതിവ് എനിക്കില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം ലൈറ്റ്, സോണി ലൈവ്, C5, ഫാൻ കോഡ്, ഡിസ്കവറി പ്ലസ്, ഹംഗാമ TV, പ്ലേബോക്സ് TV തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കെ-ഫോണിലൂടെ ലഭ്യമാവും. ട്രാഫിക് വർദ്ധിക്കുന്നതിനനുസരിച്ച് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നിവയും കെ-ഫോൺ OTTയിലൂടെ ഉപയോഗിക്കാം. OTTയുടെ വരവോടെ ഇന്റർനെറ്റ് വിപണിയിലെ കെ-ഫോണിന്റെ കരുത്ത് ഒന്നുകൂടി ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ താരിഫുകൾ പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകൾ കെ-ഫോൺ ഒരുക്കിയിട്ടുണ്ട്. 444 രൂപ മുതലുള്ള വിവിധ 5 പാക്കേജുകളാണ് OTTക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ 1 മാസത്തേക്ക്, 3 മാസത്തേക്ക്, 6 മാസത്തേക്ക്, 1 വർഷത്തേക്ക് ഉള്ള വിവിധ പാക്കേജുകളായും ലഭ്യമാക്കിയിരിക്കുകയാണ്. മിതമായ നിരക്കിലുള്ള പാക്കേജായിരിക്കും ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുകയെന്ന് കെ-ഫോൺ നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ കെ-ഫോൺ നൽകിയത് 1,15,320 കണക്ഷനുകളാണ്. 23,163 സർക്കാർ ഓഫീസുകളിലും 74,871 വീടുകളിലും 3,067 സ്ഥാപനങ്ങളിലുമായാണ് കണക്ഷൻ നൽകിയിട്ടുള്ളത്. BPL കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷന് അപേക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.